ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, പിന്നെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഒരവസരം കൂടി ലഭിച്ചതോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നാം ഓരോ പുതിയ ദിവസം കാണുന്നതും പുതിയ നന്മകൾ അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദയയും കരുണയും കൊണ്ട് മാത്രമാണ്. വളരെ അപ്രതീക്ഷിതമായി ജീവിതത്തിൽ തിരിച്ചടികളും ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രതികൂലങ്ങളും സംഭവിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നിരന്തരമായി അപകടങ്ങളും ആപത്തുകളും രോഗങ്ങളും മനുഷ്യർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് സമയത്തും അതൊക്കെ സംഭവിക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്: ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ അനർത്ഥങ്ങൾ കണ്ട് ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാൻ കടന്നു വന്ന 4 സ്നേഹിതന്മാരുണ്ട്. ആ 4 സ്നേഹിതന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളാണ് ഏലീഹു. ഏലീഹു എന്ന ദൈവഭക്തൻ ഇയ്യോബിൻ്റെ ന്യായീകരണവും ഇയ്യോബിന് പറയാനുള്ളതൊക്കെ കേട്ടു. മറ്റുള്ള 3 സഹോദരങ്ങൾ സംസാരിച്ചതൊക്കെ കേട്ടു. 34-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഏലീഹു പറയുന്നു: ദൈവം ഒരിക്കലും അനീതി പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവിൻ. ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. അവൻ മനുഷ്യന് അവൻ്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. ഓരോരുത്തന് അവനവൻ്റെ നടപ്പിന് തക്കവണ്ണം കൊടുക്കും. പ്രസക്തമായ ഒരു ചോദ്യം നമ്മുടെ മുൻപിലുള്ളത്: ദൈവം അനീതി ചെയ്യുമോ? ഒരിക്കലുമില്ല. അതിന് ഉത്തരം ഏലീഹു നമുക്ക് നൽകിക്കഴിഞ്ഞു. വിവേകമുള്ളവരോടാണ് ഏലീഹു സംസാരിക്കുന്നത്. ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല. ഇല്ല, ദൈവം നീതികേട് പ്രവർത്തിക്കത്തില്ല. ദൈവം ഒരിക്കലും ദുഷ്ടത പ്രവർത്തിക്കുകയില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇയ്യോബിനെ ലോകത്തിന് ഒന്ന് പ്രസിദ്ധമാക്കുവാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ്. ഇയ്യോബ് എന്ന ഭക്തൻ ദൈവത്തിന് ഏറ്റവും അധികം വേണ്ടപ്പെട്ടവനായിരുന്നു, ഏറ്റവും വിലയേറിയവനായിരുന്നു. അവനെപ്പോലെ നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തൻ, അങ്ങനെയുള്ളൊരു മനുഷ്യനെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ആ മനുഷ്യന് ദൈവത്തോടുള്ള തൻ്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിനത് കാണിച്ചു കൊടുക്കുവാൻ ദൈവം പ്രവർത്തിച്ചതായ ചില വിഷയങ്ങളാണ് നമുക്ക് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഇവിടെ ഏലീഹു പറയുന്നത്, അവൻ മനുഷ്യന് അവൻ്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും. നല്ലത് ചെയ്താൽ ദൈവത്തിൽ നിന്ന് നന്മകൾ ലഭിക്കും, അനുഗ്രഹങ്ങൾ ലഭിക്കും. തിന്മ ചെയ്താലോ തിരിച്ചടി ഉണ്ടാകും.
അത് വേദപുസ്തകം അങ്ങോളം ഇങ്ങോളം നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. കാരണം ദൈവത്തിൻ്റെ വഴികൾ വിട്ട് സഞ്ചരിച്ചാലും ദൈവത്തോട് മറുതലിച്ചാലും അനുസരണക്കേട് കാണിച്ചാലും ഒരു തിരിച്ചടി ജീവിതത്തിൽ ഉണ്ടാകും. അത് ഈ ലോകത്തിലും ഉണ്ടാകും. ഇതിന് ശേഷമുള്ള ഒരു മരണാനന്തര ജീവിതം അന്നേരവും ഉണ്ടാകും. കാരണം ഓരോരുത്തർ അവനവൻ്റെ നടപ്പിന് തക്കവണ്ണം പ്രതിഫലം ദൈവം കൊടുക്കുമെന്നാണ് ഏലിഹു പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് കൊരിന്ത്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത്. ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിൽ അതിന് തക്കവണ്ണവും മോശമാണെങ്കിൽ അതിന് തക്കവണ്ണവും കർത്താവായ ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും യേശുക്രിസ്തു എന്ന ന്യായാധിപൻ്റെ മുൻപിൽ, ആ ന്യായാസനത്തിൻ്റെ മുൻപിൽ എത്തിച്ചേരേണ്ടി വരും. അതെല്ലാവരും ചെല്ലണം. നന്മ ചെയ്തവർക്ക് ഒന്നും ഭയപ്പെടാനില്ല. എന്നാൽ തിന്മ ചെയ്ത് ജീവിച്ചവർക്ക് ഒത്തിരി ഭയപ്പെടേണ്ടതായിട്ടുണ്ടാവും. വേദപുസ്തകം ഒരിക്കലും കള്ളം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വഴിതെറ്റിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളത് സത്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിച്ചവർക്ക് നിശ്ചയമായും അതിന് തക്കവണ്ണമുള്ള സമ്മാനങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകും. എന്നാൽ ഇതൊന്നും സാരമില്ല, ദൈവമില്ല എന്നും അല്ലെങ്കിൽ വരുന്നത് വെച്ച് കാണാമെന്നും പറഞ്ഞ് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ഒരു ദിവസം ഒരു ന്യായവിധി ഉണ്ടാകും, അതിന് യാതൊരു സംശയവും വേണ്ട. അത് മനുഷ്യർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ ന്യായവിധി സംഭവിക്കുക തന്നെ ചെയ്യും. ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലും സംഭവിക്കുമെന്ന് ദൈവം തൻ്റെ ഭക്തന്മാരിൽ കൂടി വെളിപ്പെടുത്തിയത് ലോകം ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ആ സംഭവങ്ങൾ അങ്ങനെ സംഭവിക്കാതെ പോയിട്ടില്ല എന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു. നോഹയുടെ കാലത്തിലെ ജലപ്രളയം വരുമെന്ന് നോഹ 120 വർഷക്കാലം പ്രസംഗിച്ചു. ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ട് പെട്ടകത്തിൽ കയറിക്കൊള്ളട്ടെ എന്ന് ദൈവം ആഗ്രഹിച്ചിട്ട് നോഹയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. പക്ഷേ മനുഷ്യരാരും അതനുസരിച്ചില്ല, അംഗീകരിച്ചില്ല. എന്ത് സംഭവിച്ചുവെന്ന് ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മഹാപ്രളയം സകലവും നശിപ്പിച്ച് കളഞ്ഞു. ആ പെട്ടകത്തിൽ കയറിയ നോഹയുടെ കുടുംബമല്ലാതെ വേറെ ആരും രക്ഷപ്പെട്ടില്ല എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയോ അതിനെ തിരസ്കരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മുൻകാല അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇത് ഒരു വെറും കഥയല്ല, കെട്ടുകഥയല്ല, വാസ്തവമായും സംഭവിക്കാൻ പോകുന്നതാണെന്നുള്ളത് വേദപുസ്തകം നമുക്ക് തെളിവ് സഹിതം പറഞ്ഞു തരുമ്പോൾ അത് അംഗീകരിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. സ്തോത്രം. കാരണം ദൈവത്തിന് കള്ളം പറയുകയോ മനുഷ്യനെ പൊട്ടനാക്കുകയോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. സത്യമായി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും സംഭവിക്കും. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ദൈവം അരുളിച്ചെതിരിക്കുന്ന കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും.
ചിലതിനൊക്കെ നമ്മൾ അതിന് ദൃക്സാക്ഷികളാകുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ദൈവത്തെ അനുസരിച്ച് ഈ വലിയ ശിക്ഷാവിധിയിൽ നിന്നും ഒഴിഞ്ഞു മാറി ജീവിക്കുന്നതല്ലേ ബുദ്ധിയുള്ള മനുഷ്യർക്ക് നല്ലതെന്ന് ഒരു ചോദ്യം എനിക്ക് പ്രിയപ്പെട്ടവരായി നിങ്ങളോട് ചോദിക്കുവാനുണ്ട്. തിന്മ ചെയ്യുന്നവർ തിന്മ ചെയ്യട്ടെ, എന്നാൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിൽ തന്നെ നടക്കാം. കാരണം ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം യേശുക്രിസ്തു പ്രതിഫലം നൽകും, അവരെ ന്യായം വിധിക്കുമെന്ന് ദൈവവചനം അടിവരയിട്ട് പറയുമ്പോൾ അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു പോകുവാൻ സാധ്യമല്ല. അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുവീൻ, ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേട് ഒരിക്കലും ചെയ്യുകയില്ല. ഇയ്യോബിനെ ദൈവം ലോകത്തിന് ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒന്ന് ടച്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇയ്യോബിന് നഷ്ടപ്പെട്ടതെല്ലാം ഈ ലോക ജീവിതത്തിൽ തന്നെ ഇരട്ടിയായി മടക്കി നൽകി മാനിച്ച ഒരു ദൈവമാണെന്ന് ഇയ്യോബ് തന്നെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവം നമുക്കൊരിക്കലും ദോഷം ചെയ്യുകയില്ല, നമ്മെ പരീക്ഷിക്കുകയില്ല, നമുക്കെതിരായിട്ട് ദൈവം നിൽക്കുകയില്ല എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദൈവവചനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാവിധമായ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.